ഏർപ്പെടുകയും ചെയ്യുന്ന ഈ സമയത്ത് അവരെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ വേണമെന്ന് വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായത്തിലെ 13 മുതൽ 19 വരെയുള്ള വചനങ്ങൾ പറയുകയാണ്. ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിക്കാൻ ഒരു കുട്ടിയോടാണ് പറയുന്നത് ചെയ്യേണ്ടി വന്നു. ചെറിയ കാര്യം വരുമ്പോഴേക്ക് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ കഴിഞ്ഞ 80 കൊല്ലക്കാലമായി നിരന്തര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് ലോകത്ത്. ആ ജനവിഭാഗമാണ് പാലസ്തീനിലെ മുസ്ലിങ്ങൾ. പാലസ്തീനിലെ ഈ മുസ്ലിം ജനവിഭാഗം ഈ കാലയളവിൽ, അല്ലെങ്കിൽ നമ്മൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 24 മാസക്കാലം ദുരിത പർവ്വത്തിലൂടെ കയറി ഇറങ്ങി ഓടി നടന്ന് ജീവൻ പണയപ്പെടുത്തി അങ്ങനെ ചോരപ്പുഴയുടെ ഇടയിലൂടെ കടന്നു വന്നിട്ടും ഭക്ഷണമില്ലാതെ 50 കിലോ 60 കിലോയൊക്കെ തൂക്കം കുറഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ട സമയത്തും അവരൊരിക്കൽ പോലും ഒരു തുണ്ട് കയറിലേക്ക് പോകാത്തതിന്റെ കാരണം വിശ്വാസത്തിന്റെ കടുപ്പമാണ്, ഈമാന്റെ കടുപ്പമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ് എന്നതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരണ സമയത്ത് തന്നെ വിശ്വാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കേരളക്കരയിൽ വിശ്വാസപരമായി സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഗുണം എന്താണ്? ആ ഗുണം ഇന്ന് കർണാടകയിൽ നമ്മൾ അനുഭവിക്കുന്നു. തുടങ്ങിയിട്ട് വന്നപ്പോൾ നേരത്തെ വലിയ തോതിൽ ആദർശ വ്യതിയാനത്തിലേക്ക് കടന്നുപോയ ആളുകൾ അവരൊക്കെ പിന്നെ തിരിച്ചു വന്ന അനുഭവം വരെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. 1926 മുമ്പ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം വരുന്നതിന് മുമ്പ് കുറഞ്ഞ ആളുകൾ ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു പോകാതിരിക്കാൻ അതിന്റെയും നമ്മുടെയും ഇടയിൽ കൃത്യമായ അതിർവരമ്പ് നിശ്ചയിച്ചു കൊടുത്തിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ആരോഗ്യം ഒരിക്കലും പകരില്ല. ലോകത്തെ ചിലപ്പോ അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ കോവിഡ് വന്ന സമയത്ത് മനുഷ്യൻ ഈ അടുത്തൊരിക്കല് വളരെ പ്രായമുള്ള ഒരു ഉസ്താദ്, ആ ഉസ്താദ് അസുഖബാധിതനായിട്ട് കീമോ ചെയ്ത് കഴിയുന്ന സമയം, ആ സമയത്ത് അവരെ കാണാൻ ചില ആളുകൾ ആഗ്രഹം പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങള് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷമാണ്, അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തോ, അങ്ങോട്ട് പോവണ്ട. അതിന്റെ കാരണം നിങ്ങളുടെ ചെറിയ ജലദോഷം പോലും അവർക്ക് താങ്ങാൻ കഴിയില്ല, അത് അവരുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാക്കും, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോവണ്ട എന്ന് പറഞ്ഞത് സാമർപ്പികമായി ഓർത്തുപോയത്. ഞാൻ പറഞ്ഞു വരുന്ന പോകണ്ട. ഇപ്പൊ ഏതോ ഒരാള് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളാരും മയ്യത്ത് നിസ്കരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന രൂപത്തിലാണ് ഇവരുടെയൊക്കെ ഇടപെടലുകൾ. നമുക്കങ്ങനെ മയ്യത്ത് നിസ്കരിക്കാനൊക്കെ മുട്ടി നിൽക്കുന്നു. ഇനി അവർക്ക് തോന്നുന്നു എന്ന് എനിക്കറിയില്ല, മരിക്കാൻ പോവുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? മൊത്തത്തിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ആണെങ്കിൽ ഒരു മയ്യത്ത് നിസ്കാരം നമുക്ക് നടത്താവുന്നതാണ്. ഏതായാലും പറഞ്ഞു വരുന്ന കാര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ, നമ്മള് മയ്യത്ത് നിസ്കാരത്തിൽ പോകണ്ട, നിസ്കരിക്കണ്ട എന്നൊക്കെ പറയുന്നത് അവർക്ക് പിൽക്കാലത്തിൽ ആളുകൾക്ക് അതൊരു തെറ്റായ സന്ദേശം നൽകാൻ സാധ്യതയുണ്ട്. ഈ വിദ്യാർത്ഥി ശരിയായിരുന്നു, ഇവര് ശരിയായ റൂട്ടിലായിരുന്നു ശ്രമിച്ച സമയം. ആ സമയത്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ അരയും തലയും കുറുക്കിയിട്ട് വീണ്ടും രംഗത്തേക്ക് വരുന്നത്. 1926 രൂപീകരിക്കുന്ന സമയത്ത് ഒരേ ഒരു പ്രസ്ഥാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ 40 ആകുമ്പോഴേക്ക് അത് 2ഓ 3ഓ ആയി മാറിയിട്ടുണ്ടായിരുന്നു. മൗദൂദിയുടെ നേതൃത്വത്തിലുള്ള ജമാഅത്തെ കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോ 100ാം വാർഷികം ആഘോഷിക്കുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയണം. ഇവിടെ എന്റെ പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന ആശയ ആദർശങ്ങൾ
കൊടുക്കുന്നിടത്ത് നമുക്ക് ശ്രദ്ധ വേണം, ജാഗ്രത ആവശ്യമായ ഒരു പണിയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളാണ് ഈ സമൂഹത്തിന്റെ കാവൽ പടയാളികൾ. ഈ ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയാണല്ലോ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവർക്ക് 27ാമത്തെ വയസ്സിൽ 26 വയസ്സ് കഴിഞ്ഞ് 27ാമത്തെ വയസ്സിൽ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയം, ആ മുതഅല്ലിമായി ജീവിതം വന്ന് കഴിഞ്ഞ ഒരു ഘട്ടം, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ അന്നാണ് അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നിടത്തേക്ക് എത്തുന്നത്. നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ അടിയുറപ്പിച്ച് നിർത്താൻ എന്ത് വഴി? നൂറുൽ ഉലമ അന്ന് മദ്രസ പ്രസ്ഥാനത്തെ കുറിച്ച് വിഷയം ബഹുമാനപ്പെട്ട പത്തപ്പിലിയ അബ്ദുൾ റഷീദ് സഖാഫിയോട് അവതരിപ്പിക്കുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം ആ കാലഘട്ടം മുതൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ അടിയുറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോരുകയാണ്. ഇപ്പൊ നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ വഴിയിൽ നമ്മുടെ മക്കളെ, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കുട്ടികളെ നിലനിർത്തി കൊണ്ടുപോവേണ്ട ചുമതല നമുക്കാണ്. നൂറുൽ ഉലമയുടെ പിന്മുറക്കാരായ നമ്മൾ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പിന്മുറക്കാരായ ശിഷ്യന്മാരായ നമ്മളാണ് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പാങ്ങിൽ ഉസ്താദ് ചെയ്ത പോലെ, അതുപോലെ വരക്കൽ തങ്ങൾ കാണിച്ചു തന്ന ആ വഴി സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തിനനുസരിച്ചുകൊണ്ട് ആദർശത്തിൽ ജനങ്ങളെ അടിയുറപ്പിച്ചു നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് നമ്മളാണ്. വരുമ്പോ എതിർപ്പുകൾ ധാരാളം നേരിടേണ്ടി വന്നപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമസ്തയുടെ ആലിമീങ്ങൾ അന്ന് ചെയ്ത ഒരു പണിയുണ്ട്. 1973 SSF രൂപീകരിക്കുകയായിരുന്നു. SSF രൂപീകരിക്കാൻ വേണ്ടി അന്ന് ഇറങ്ങിയതും മുഅല്ലിമീങ്ങളുമായിരുന്നു. അതിലൂടെ ഉയർന്നു വന്ന ആളുകളാണ് ഇന്ന് നേതൃനിരയിൽ നിൽക്കുന്നവരിൽ പലരും എന്ന കാര്യം, അല്ലെങ്കിൽ എല്ലാവരും എന്ന കാര്യം നമ്മൾ അറിയണം. നമ്മൾ നമ്മുടേതായ പ്രവർത്തന മണ്ഡലം നമ്മളൊന്ന് ബോധ്യവും ബോധവും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. 1960കളിൽ തുടങ്ങിയ ഈ ഒരു പ്രതിസന്ധി 70 കടന്നു 80ന്റെ അവസാനം വരെ നീണ്ടുപോയപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പിളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. പിളർപ്പിന് ആകെ കാരണമായത് ഒരേ ഒരു സംഗതി മാത്രമായിരുന്നു. എന്താണ് പിളർപ്പിന് കാരണമായി വന്നത്? വരക്കൽ തങ്ങൾ ആ കാലത്ത് 1926 പറഞ്ഞ ആദർശം, ആശയം ഇന്നും നിലനിർത്തേണ്ടതുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പുതിയ രൂപത്തിലെ കാര്യങ്ങളെ ഒന്ന് മാറ്റി പണിയേണ്ടത്? ഇതിൽ നിന്ന് നമ്മൾ മാറി ഇന്നത്തെ കാലത്തിനനുസരിച്ച് കൊണ്ട് മാറ്റം വരുത്തണമെന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് 1989 രണ്ട് ഭാഗമായിട്ട് മാറുന്നത്. ആദർശം നിലനിർത്തി പോരണമോ, അല്ലെങ്കിൽ ആദർശത്തെ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തേണമോ? ഈ ചിന്തയിൽ നിന്നാണ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. അങ്ങനെ വന്ന സമയത്ത് ഏറ്റവും അധികം ത്യാഗം ചെയ്തവർ മുഅല്ലിംകളായിരുന്നു. ആ കാലത്ത് മുഅല്ലിംകളായിരുന്നു. അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അവർക്ക് അടിയും ഇടിയും ബഹിഷ്കരണങ്ങളും നേരിടേണ്ടി വന്നു. ജോലിയില്ലാതെ വിഷമിച്ചു. ഇന്നലെ വരെ ആദരിച്ചവർ അവരെ നല്ല രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയുണ്ടായി. ആ സമയത്ത് അന്തസ്സോടെ തന്റേടത്തോടെ ഈ മുഅല്ലിം സമൂഹം പിടിച്ചു നിന്നപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇന്നത്തെ ഒരു ആവേശം കൈവന്നിട്ടുള്ളത്. നമ്മളാണ് ഈ പ്രസ്ഥാനത്തിന്റെ കാവൽ പടയാളികൾ. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കുട്ടികൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ലോകം മുഴുവനും ഈ അഹ്ലുസുന്നയിലേക്ക് തിരിച്ചു വരികയാണ്. നേരത്തെ ഞാൻ സൗദി അറേബ്യയുടെ കഥ പറഞ്ഞു. സൗദി അറേബ്യ മാത്രമല്ല, ലോകം മുഴുവനും ഈ ആദർശത്തിലേക്ക് തിരിച്ചു വരികയാണ്. തരണം ചെയ്ത് എങ്ങനെയൊക്കെയാണോ സമൂഹത്തോട് ആദർശം പറയേണ്ടത് അതിനനുസരിച്ച് കൊണ്ട് പറയേണ്ടവർ നമ്മളാണ്. അത് പറയേണ്ട ആളുകൾക്ക് പഠിച്ച
വർദ്ധിക്കണം. നേരത്തെ മുതലേ അങ്ങനെ തന്നെയുണ്ട്, അത് കൂടി വരുന്നുണ്ട്. ഇപ്പോഴിതാ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ഈ വലിയ ഹൈവേ കടന്നു വരുന്നത്. ഈ ഹൈവേ കടന്നു വരുന്ന ഇടങ്ങളിൽ നമ്മുടെ നാട്ടുകാരുടെ സഹായത്തോടെ സഹകരണത്തോടെ ചെറിയ മുസ്ലിം പ്രദേശങ്ങളിൽ പോക്കറ്റുകളിൽ ചെറിയ മദ്രസകൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യുമ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയ പ്രചാരണത്തിൽ നമ്മുടേതായ പങ്ക് ഇന്നത്തെ കാലത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് നൽകാൻ കഴിയുക, നമുക്ക് ചെയ്യാൻ കഴിയുക എന്നതും നമ്മളെല്ലാവരും അറിയണം. ഒരു കാര്യം കൂടി പറയണം, ഞാനൊരു 50 കൊല്ലം ഒരു മഹല്ലിൽ അങ്ങനെ ജീവിച്ചു, 50 കൊല്ലം ഒരു മഹല്ലിൽ ജീവിച്ചു. രാവിലെ ഞാൻ അവിടെ ജോലിക്ക് എത്തുന്നുണ്ട്, എന്റെ ജോലി കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ ഏതോ ഒരു വഴിക്ക് മാറുന്നുണ്ട്. അങ്ങനെ തലമുറകൾ എന്റെ കയ്യിലൂടെ മുന്നിലൂടെ കടന്നു പോയിട്ടും നാട്ടിൽ ആദർശപരമായി ഒരു വസ്തുവിനെ ആവശ്യമായ തോതിൽ ആവശ്യമായിട്ട് നൽകി അതിനെ പരിപൂർണതയിൽ എത്തിക്കുക എന്നതാണ് തീർച്ചയായും. അപ്പം വിദ്യാഭ്യാസമാവണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലോചിതമായി പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരെയും പഠിക്കുന്ന സാമൂഹ്യ പഠനം ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തതുകൊണ്ടാണ് വലിയ വിപ്ലവം ഈ വഴി ഉണ്ടാക്കാൻ കഴിയും. ഞാൻ വിദ്യ എന്ന് പറയുന്ന അറിവിന് ശുദ്ധ ഇസ്ലാം വലിയ സ്ഥാനം ചെയ്യപ്പെടും. ഇവിടെയൊക്കെ മോചനത്തിന് കോടികൾ ആവശ്യപ്പെട്ടു. യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആന്റി ഗ്രൂപ്പിലുള്ള ശത്രുപക്ഷത്തുള്ള ആളുകൾക്ക് മോചനത്തിന് വേണ്ടി ഉത്തരസൂറമായിട്ട് കൽപ്പിച്ചത് 10 പേർക്ക് എഴുത്തുവായും പഠിപ്പിക്കാനായി. നാം ഈ നടത്തുന്ന മുഅല്ലിമുകൾ നടത്തുന്ന സേവനം ചെറുതല്ല. ഇസ്ലാം അറിവിന് നൽകുന്നത് ചെറിയ പദവിയല്ല, അത്രയും വലിയ സ്ഥാനം ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എക്കാലത്തുള്ള മുസ്ലിമീങ്ങൾ അറിവിന് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവരുടെ മറ്റെല്ലാറ്റിനേക്കാളും അറിവ് നമ്മുടെ സ്ഥാനവും ലഭിച്ചു. ചെറിയ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വലിയ സ്ഥാനത്തിലെത്തി. ഒരു വേള സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാസ്പിയൻ കടലോരത്ത് കക്കയും ഞണ്ടും വരുത്തിക്കഴിഞ്ഞിരുന്ന മരുഭൂമികളിലൂടെ ഒറ്റരത്തിനും ആടുകൾക്കും പുറകിൽ വടിയും പിടിച്ച് പാണ്ടക്കെട്ടും വടക്കുറട്ടിയുമായി നടന്ന അറബികളെ ഉന്നതന്മാരും ചിന്താശേഷിയുള്ളവരും മാതൃകായോഗ്യമാക്കി മാറ്റിയത് മുഹമ്മദിന്റെ അവരുടെ ഭാഷയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിവെന്ന വിപ്ലവത്തിലൂടെയായിരുന്നു എന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്ത് ലോകത്ത് എവിടെ പ്രബോധനത്തിന് പോയാലും അവർ ആദ്യമായി ആരാധനത്തിൽ നിർമ്മിച്ച പള്ളികളെല്ലാം പള്ളി കൂടങ്ങൾ കൂടെയാണ്, അറിവിന്റെ കേന്ദ്രങ്ങൾ കൂടെയായിരുന്നു. ലോകത്ത് എല്ലായിടത്തും അങ്ങനെ. അതുകൊണ്ട് ഈ ദർശനകൂടെ പഠിച്ചു വന്ന ആളുകൾ വലിയ സൈന്റിസ്റ്റുകളായി, സൈക്കാട്രിസ്റ്റുകളായി, സൈക്കോളജിസ്റ്റുകളായി, വലിയ വിദ്യാഭ്യാസകളായി, ചിന്തകന്മാരായി. അതിശയമെന്ന് പിൽക്കാലത്ത് ശാസ്ത്രലോകത്തറിയപ്പെട്ട ഹിന്ദുസീനടക്കമുള്ള അൽബിറൂനിയടക്കമുള്ള റാസിയടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ സന്ദർഭോചിതമായി ആവശ്യമായിട്ടെല്ലാം ചിന്തിക്കണം. ഞങ്ങൾ കടന്നു വരുന്ന സമയസന്ദർഭങ്ങൾ ഒറ്റ സ്റ്റെപ്പിന് ഒരു കുറിപ്പ് നടത്തിയത് ആവശ്യാനുസരണമുള്ളത് അതാണ് കാലത്തെ പണ്ഡിതനോ ചിന്തിക്കണം. അത് പറയുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ പുരോഗതിയൊക്കെ പറയുമ്പോൾ അപ്പോൾ പൂർവ്വകാലത്തും ആരെങ്കിലും ഒന്നും കൊള്ളാത്തവരാണ്, വേണ്ടവർ ചെയ്യാത്തവരാണ് എന്നോ ഒരിക്കലും അങ്ങനെ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇനി ഒരുപാട് പ്രവർത്തിക്കുന്ന വിപ്ലവകരമായ ഉദ്ദേശങ്ങൾക്ക് പ്രവർത്തനത്തിൽ എടുത്തുകൊടുക്കാൻ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. അതനുഗുണമായ
ഇരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ റേഞ്ചുകൾക്ക് പറഞ്ഞ് ഇംഗ്ലീഷ് മീഡിയം മദ്രസകളുടെ ഉസ്താദുമാരുടെ പുതിയ കൂട്ടായ്മ ഡിവിഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അത് അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഇവിടെ വിതരണം ചെയ്യുകയാണ്. മുഫത്തിഷ് ഉസ്താദുമാർ അത് വിതരണം ചെയ്യുന്നു. ആദ്യമായി കാസർഗോഡ് ഡിവിഷൻ അതിനായ നൗഷാദ് സഖാഫി ഉസ്താദ് നൽകുന്നു. ഇവിടെ വന്ന് ഉസ്താദിന്റെ മുമ്പിൽ വന്ന് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ ഈ ആശങ്ക ഞാനത് ഏറ്റെടുക്കുന്നു, അതിന് വേണ്ടത് ഞങ്ങൾ ചെയ്യാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് സഖാഫി ഉസ്താദ് അന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളത് ഏറ്റെടുത്ത് ഡിജിറ്റൽ സംവിധാനം ചെയ്യാം. ഓരോ സ്ഥാപനങ്ങളും അവരുടെ ലൈബ്രറികളിലുള്ള പഴയ കാലത്തെ തുകകള് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാൻ കൊണ്ടുപോയി നടക്കരുത്. ഉസ്താദ് അതിനെക്കുറിച്ച് ബോധവാനായിരുന്നു. ഉസ്താദ് എഴുതിയ ലേഖനം എന്താണെന്നറിയോ? ഉസ്താദ് എഴുതി നമ്മുടെ പഴയ ഗ്രന്ഥങ്ങൾ, അത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായി നമ്മൾ പലതിനും ദലീലായി തെളിവായി പിടിക്കുമ്പോൾ ആ ഗ്രന്ഥങ്ങൾ അതിന്റെ ഗ്രന്ഥകർത്താക്കളെ വിദ്യാർത്ഥികൾക്ക് കണ്ടിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിന് അവിടുത്തെ വിദ്യാർത്ഥി രക്ഷകളൊക്കെ അംഗീകരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ എവിടെയെങ്കിലും പോയി ലൈബ്രറിയിലോ മറ്റുമായി ഫത്ഹുൽ വാങ്ങിയാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വിശദീകരിക്കുന്ന ഭാഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതിൽ പലരും പല ടിപ്പണികളും വർക്കും നടത്തിയിട്ടുണ്ട്. ഈ ആശങ്കയാണ് 2010 പറഞ്ഞത്. ഇനി വരുന്ന തലമുറക്ക് പഴയ കാലത്ത് നമ്മുടെ ലൈബ്രറികളിലുള്ള ഗ്രന്ഥങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ല എങ്കിൽ പുതിയ തലമുറയുടെ കയ്യിൽ കിട്ടുന്ന ഗ്രന്ഥങ്ങളൊക്കെ വിദേഹത്തുകാർ പണിയെടുത്ത ഗ്രന്ഥങ്ങളായി. സൂര്യനും ചന്ദ്രനും ഭൂമിയും 7 ഗോളങ്ങളും അതൊക്കെ അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ നിങ്ങളുടെ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ്സിനെ എടുക്കുന്ന സമയത്ത് വൈപതി അതേപോലെ തന്നെ ഉത്തരേന്ത്യസും അതേപോലെ തന്നെ ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ് എടുത്തുമ്പോൾ ആ ഗോളൻ അതിന്റെ പഴയ കാലം സംഘടന നേതാക്കളുടെ സമൂഹത്തിൽ അപ്ഡേഷനാണ്. എന്ത് പറയണം, എങ്ങനെയാണ് സമീപിക്കണം? ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസ്ഥാനത്തിന് ചർച്ച ചെയ്യുമ്പോൾ പ്രാസ്ഥാനികമെന്ന് നമ്മൾ പറയുമ്പോൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരിക്കുന്ന അപ്ഡേഷൻ നമുക്ക് കാണാലോ. എത്രയോ ഇടത്തിലാണ് എന്ന് പറയാം. നേരത്തെ 70 അവിടെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മു സലമ ബീവി പറഞ്ഞു, നബിയെ തങ്ങൾ എന്തിനൊക്കെ വിഷമിക്കണം, അള്ളാന്റെ ഓർഡർപ്രകാരമേ തങ്ങൾ ചെയ്യുന്നത്, ഇതിന് നിങ്ങൾക്ക് തങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അള്ളാഹ് റസൂൽ പുറത്തേക്കാണ് സ്വഹാബാക്കൾ അറിയിക്കണമെന്നു. എന്നിട്ട് ആ ഹബീലാക്കാൻ മുടി കളയുന്ന ആളുകൾ ആ ദർസിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോ ഇൽമ് കയറി വരാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ ആ ദർസിൽ ഇൽമുകൾ കയറി വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം തങ്ങൾ വൈദ്യശാസ്ത്രത്തിലേക്ക് റസൂലുള്ളാഹിന്റെ ദർസിന്റെ അപ്ഡേഷൻ, അതായത് ഉസ്താദുമാരായ നമ്മളൊക്കെ നമുക്ക് തന്നെ അപ്ഡേഷൻ നടക്കണം. കിതാബിൽ ഓതി കൊടുത്താൽ മതി എന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഓതി കൊടുത്താൽ തന്നെ മതി, കിതാബിൽ ഉണ്ടാക്കണം. പക്ഷെ ആ ഓതി കൊടുക്കുന്നതിന്റെ ശൈലി, രൂപം, വാക്ക്, അർത്ഥം, മുഖഭാവം, വസ്ത്രധാരണ എല്ലാത്തിലും മാറ്റം വരാൻ പറ്റി. അതാണ് ജാമ്യ ശൈലി അർത്ഥം നടത്തിക്കൊണ്ടിട്ട്. അപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ക്ലാസ്സിലേക്ക് പതുക്കെ കയറി വന്ന ഒരു ദിവസം എന്താണ് വൈദ്യശാസ്ത്രം കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേനിനെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ട് തേനിന്റെ ചികിത്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ആദ്യം വൈദ്യശാസ്ത്രം പഠിപ്പിക്കാൻ തുടങ്ങി. ആ വൈദ്യശാസ്ത്രത്തിൽ ഏതുണ്ട്? ആ വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇംഗ്ലീഷ് ചികിത്സയുണ്ട്, അതുപോലെ തന്നെ പ്രകൃതി ചികിത്സയുണ്ട്, അതേപോലെ തന്നെ അതിൽ ഏതുണ്ട്? പച്ചമരുന്ന് ചികിത്സയുണ്ട്. എല്ലാ തരം ചികിത്സകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈദ്യ
दौलत और सरवत, तनख्वाहों के चक्कर में उलमा को ज्यादा नहीं होना चाहिए, क्योंकि तवक्कुल भी बहुत बड़ी चीज है। अल्लाह तबारक व तआला मुतवक्किलीन को पसंद फरमाता है और काम भी वही उन्हीं से लेता है। इसलिए अपने असातिज़ा के नूरुल उलमा नव्वरल्लाहु मरकज़हुम, हमको बहुत कुछ यहाँ पे रह करके टेंशन में आने की जरूरत नहीं है। हम सिर्फ किताबें न पढ़ें, उसके साथ साथ अपने असलाफ आज ताजुल उलमा ഉന്നത നേതാക്കൾ
മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.